നമസ്കാരം പ്രിയപ്പെട്ട ശ്രോതാക്കളെ. കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില നമ്മൾ അറിയില്ല എന്ന് പറയും. പണ്ട് മുതലേ നമ്മൾ പറയുന്നൊരു കാര്യമാണിത്. കാഴ്ച എന്ന് പറയുന്നത് വളരെയധികം അനുഗ്രഹപ്രദമായിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ കണ്ണിൻ്റെ പരിരക്ഷയും വളരെയധികം അത്യാവശ്യമാണ്. നേത്ര സംബന്ധമായ അസുഖങ്ങളുമായി ബന്ധപ്പെട്ട് ധാരാളം സംശയങ്ങൾ ഉള്ളവരാണ് നമ്മളെല്ലാവരും. അതുകൊണ്ട് തന്നെ ഇന്ന് സ്റ്റുഡിയോയിൽ നമുക്കൊപ്പം ജോയിൻ ചെയ്യുന്നത് ഡോക്ടർ മുഹമ്മദ് EV ആണ്. MBBS, DU, DNB, ഒഫ്താൽമോളജി ഫെലോഷിപ്പ് ഇൻ കാറ്ററാക്ട് സർജറി, കൺസൾട്ടന്റ് ഒഫ്താൽമോളജിസ്റ്റാണ്. ഡോക്ടർ KM ചെറിയൻ ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. അവിടെയാണ് ഡോക്ടർ വർക്ക് ചെയ്യുന്നത്. ഡോക്ടറിനെ നമുക്ക് ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യാം നമ്മുടെ ഇന്നത്തെ ഈ ഒരു സെഷനിലേക്ക്. ഡോക്ടർ നമസ്കാരം, സ്വാഗതം ചെയ്യുന്നു റേഡിയോ മാക്ഫാസ്റ്റിലേക്ക്. സുഖമായിട്ടിരിക്കുന്നല്ലോ ഡോക്ടർ? ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ കാഴ്ച എന്ന് പറയുന്ന ഒരു അനുഗ്രഹം തന്നെയാണ് അല്ലേ? നമ്മളിന്ന് സംസാരിക്കുന്നത് തിമിരവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങളാണ്. എങ്ങനെയാണ് ഡോക്ടർ ഈ തിമിരം എന്ന് പറയുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെയേറെയാണ്. എന്താണ് കാറ്ററാക്ട് അഥവാ തിമിരം? അതൊന്ന് വിശദീകരിക്കാമോ? കണ്ണിന്റെ കറുപ്പ് ഭാഗത്തിന് തൊട്ട് പിറകിലായി കാണുന്ന ഒരു സുതാര്യമായ ഒരു വസ്തുവാണ് ലെൻസ്. ഡിസ്ക് രൂപത്തിലാണ് അതുള്ളത്. ഇതിൽ പ്രകാശം അതിലൂടെ കടന്നു പോകുമ്പോൾ ആണ് നമുക്ക് കാഴ്ച കിട്ടുന്നത്. ഈ സുതാര്യത നഷ്ടപ്പെടുമ്പോൾ പ്രകാശരശ്മികൾക്ക് കണ്ണിലേക്ക് കടന്നു പോകാനുള്ള വഴി തടസ്സപ്പെടുമ്പോഴാണ് തിമിരായിട്ട് മാറുന്നത്. അത് ബ്ലോക്ക് ചെയ്യാണ്. അതായത് ലൈറ്റ് കണ്ണിലേക്ക് എത്തില്ല. അപ്പൊ നമ്മുടെ കാഴ്ചയ്ക്ക് ഒരു വൈകല്യം ഉണ്ടാവാൻ സാധ്യത വളരെ, കാഴ്ച കുറയും, കാഴ്ച മങ്ങി വരും, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും. പ്രായക്കാരില് ആണ് സാധാരണ കാണുന്നത്. ഒരു വയസ്സ് ഒരു 60, 70, 80 വയസ്സുകളിലൊക്കെയാണ് കാണുന്നത്. മറ്റു വല്ല അസുഖങ്ങളുള്ളവർക്കാണെങ്കിൽ അത് മുമ്പ് തന്നെ വരാനുള്ള ചാൻസ് കൂടുതലാണ്. ഒരു തിമിരം വന്നു കഴിഞ്ഞാൽ അതുകൊണ്ട് നേരിടേണ്ടി വരുന്ന പ്രോബ്ലംസ്, പ്രയാസങ്ങൾ എന്തൊക്കെയാണ് ഡോക്ടർ? അതൊന്ന് വിശദീകരിക്കാമോ? മെയിനായിട്ട് കാഴ്ച മങ്ങുന്ന ഒരു പ്രശ്നം തന്നെയാണ് കാണുക. തിമിരം വരുന്ന ആളുകൾക്ക് കാഴ്ച മങ്ങലുണ്ടാവും. പിന്നെ രാത്രിയിൽ വാഹനം ഓടിക്കുന്നവർക്കാണെങ്കിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടും. ലൈറ്റിന് ചുറ്റും ഹാലോസ് കാണാം, വൃത്താകൃതിയിൽ ഇങ്ങനെ വലയം പോലെ കാണാം. അതുപോലെ നിറങ്ങളെല്ലാം മങ്ങിയിരിക്കുന്നതായിട്ട് കാണാം. ഇടയ്ക്കിടെ കണ്ണടയുടെ ചില്ല് മാറ്റേണ്ടി വരും. അപ്പോൾ അവർ വ്യത്യാസം വരുന്നതും ഈ കാറ്ററാക്ട് തുടങ്ങുന്നതിൻ്റെ ആദ്യ ലക്ഷണങ്ങളാണ്. അത് ഈ ഒരു ഏജിലുള്ളവർക്കാണ് അത് സ്റ്റാർട്ട് ചെയ്യുക സാധാരണ? അതെ, ഒരു 60+ലുള്ളവർക്കാണ്. കൂടുതൽ ഡയബറ്റീസ് കൂടെ ഉണ്ടെങ്കിൽ നേരത്തെ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് സർജറി കൊണ്ട് മാത്രമേ നമുക്ക് മാറ്റാൻ സാധിക്കത്തുള്ളൂ? മറ്റ് എന്തെങ്കിലും സർജറിയാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. പക്ഷെ ചില തുള്ളിമരുന്നുകളും മറ്റുള്ള കാര്യങ്ങളും എല്ലാം ഉണ്ട്. തുള്ളിമരുന്നുകളൊന്നും അത്ര ഫലപ്രദമല്ല എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ഈ തിമിരം വരാനുള്ള കാരണങ്ങൾ മെയിനായിട്ട് ഏജിങ് തന്നെയാണ്. ഏജ് കൂടുന്നതിനനുസരിച്ച് തിമിരം വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ ഉള്ളത് ജെനറ്റിക്സ്, ജനിതകമായിട്ട് ഉള്ള ആളുകൾക്ക്, അവരുടെ ഫാമിലിയിൽ ചില ആളുകൾക്ക് നേരത്തെ തിമിരം വരാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഡയബറ്റീസ് ഉള്ളവർക്ക്, ഷുഗർ ഉള്ളവർക്ക്, അതുപോലെ കണ്ണിന് വല്ല ട്രോമ എന്തെങ്കിലും, അതായത് ഇഞ്ചുറി എന്തെങ്കിലും സംഭവിച്ചാൽ കാറ്ററാക്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. പിന്നെ അതുപോലെ മരുന്നുകൾ, ഈ സ്റ്റീറോയിഡ് പോലുള്ള മരുന്നുകൾ കൂടുതൽ കാലം ഉപയോഗിക്കുന്ന ആളുകൾക്കാണെങ്കിൽ അവർക്കും തിമിരം വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ് പറയുകയാണെങ്കിൽ സൂര്യപ്രകാശം കൂടുതലായിട്ട് ഏൽക്കുന്ന ആളുകൾക്കും തിമിരം പെട്ടെന്ന് വരാനുള്ള ചാൻസ് കൂടുതലാണ്. സ്മോക്കിംഗ് ചെയ്യുന്നവർക്ക്, ടുബാക്കോ സ്മോക്കിംഗ് ചെയ്യുന്നവർക്കും വരാൻ ചാൻസ് കൂടുതലാണ്. ഇതിന്റെ ഒരു കാരണമാണ്. അതെ, പുകവലിക്കുന്നവർക്ക് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അതുപോലെ അമിതമായിട്ട് മദ്യപാനം ചെയ്യുന്നവർക്കും കാറ്ററാക്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. ജന്മനാലുള്ള പ്രശ്നങ്ങൾ കൊണ്ട്, അല്ലെങ്കിൽ ഗർഭകാലത്ത് വരുന്ന പകർച്ചവ്യാധികൾ ഉള്ളവർക്ക്, അങ്ങനെയൊക്കെ അവർക്കും തിമിരം വരാൻ സാധ്യതയുണ്ട്. ഇതൊക്കെയാണ് സാധാരണ തിമിരം കൂടുതൽ വരാനുള്ള നയിക്കുന്ന കാരണങ്ങൾ. നമുക്ക് ഇതിനെ എങ്ങനെ ഫലപ്രദമായിട്ട് തടയാൻ സാധിക്കും ഡോക്ടർ? തിമിരത്തിനെ പൂർണ്ണമായിട്ട് നമുക്ക് തടയാൻ പ്രയാസമാണ്. അതിൽ പക്ഷെ തിമിരം വരാനുള്ള സാധ്യത കുറയ്ക്കാനും തിമിരം കൂടുന്നത് തടയാനും ഒരു പരിധിവരെ സാധിക്കും. അതിന് നമുക്ക്
സൂര്യപ്രകാശത്തിൽ ഇറങ്ങുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ അഗ്രികൾച്ചർ വർക്ക് അങ്ങനെയുള്ളവർക്ക്, അതുപോലെ പുറത്ത് ജോലി ചെയ്യുന്ന ആളുകളൊക്കെ സൺഗ്ലാസ് നിർബന്ധമായിട്ടും യൂസ് ചെയ്യണം. അതുപോലെ ഈ സൺ ഹാറ്റ് എന്ന് പറയുന്ന തൊപ്പി വെക്കുന്നൊരു തൊപ്പി, കണ്ണിങ്ങനെ മൂടിയിരിക്കുന്ന രീതിയിൽ തൊപ്പി വെച്ചിട്ട് വർക്ക് ചെയ്യുക. അതൊക്കെ സാധാരണ ആളുകൾ വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് അല്ലെങ്കിൽ അവർക്കൊക്കെ പെട്ടെന്ന് ഈ അഗ്രികൾച്ചർ വർക്കേഴ്സ്, അതുപോലെ റോഡിൽ വർക്ക് ചെയ്യുന്ന ആളുകളൊക്കെ നിർബന്ധമായിട്ട് തൊപ്പിയും അതുപോലെ തന്നെ സൺഗ്ലാസും വെക്കേണ്ടത് നിർബന്ധമാണ്. അതുപോലെ ഇത് വരാതിരിക്കാൻ പിന്നെ ചെയ്യേണ്ടത് പ്രമേഹം നിയന്ത്രിക്കുക, പോഷകാഹാരം കഴിക്കുക, പുകവലി ഉപേക്ഷിക്കണം, മദ്യപാനം കുറയ്ക്കണം, തുടർച്ചയായി കണ്ണ് പരിശോധനകൾ നടത്തുകയും വേണം. ഇപ്പം നമുക്കറിയാം, നമ്മളിപ്പോൾ ഈ മൊബൈലിൻ്റെ ഒരു കാലഘട്ടത്തിലൂടെയാണ് പോകുന്നത്. അമിതമായിട്ട് ഈ സ്ക്രീൻ ടൈം അതിലേക്ക് തിരിച്ചു വിടുമ്പോൾ അത് ഇതിനൊരു കാരണമാകാറുണ്ടോ? അതോ സാധാരണ കേസിൽ മൊബൈലിൽ നിന്നുള്ള രശ്മികളൊന്നും അത്ര ഹാംഫുൾ ആയിട്ടുള്ളതല്ല എന്നുള്ളതാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് അതിൽ നിന്നുള്ള രശ്മികളൊന്നും കണ്ണിന് കാറ്ററാക്റ്റ് വരുന്നതായിട്ട് ഒന്നും പഠനങ്ങളിൽ പറയുന്നില്ല. മൊബൈലിൽ നിന്നാണെങ്കിലും കമ്പ്യൂട്ടറിൽ നിന്നാണെങ്കിലും അതിൽ നിന്നുള്ള രശ്മികൾ കൊണ്ടൊന്നും കണ്ണിന് തിമിരം വരുന്നതായിട്ടൊന്നും ഇല്ല. കണ്ണിന് ഡ്രൈനസ്സും ഇറിറ്റേഷനും അലർജി പ്രോബ്ലംസൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. അതിന് അതിൻ്റേതായ മാർഗങ്ങളുണ്ട് അത് പ്രിവെൻറ്റ് ചെയ്യാൻ. അതെല്ലാം ചെയ്യാവുന്നതാണ്. അതല്ലാതെ അതുകൊണ്ട് കാറ്ററാക്റ്റ് അങ്ങനെ വരില്ല. ഓക്കെ. പക്ഷെ അതുപോലെ നമ്മൾ ഈ തിമിര ശസ്ത്രക്രിയ എന്ന് ധാരാളം നമ്മൾ കേൾക്കുന്നതാണ്. അപ്പോൾ തിമിര ശസ്ത്രക്രിയ സമയത്ത് ആ സർജറി ടൈമിൽ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രത്യേകിച്ച് രോഗി എന്താണ് ചെയ്യേണ്ടത്? രോഗികൾ അറിയേണ്ട ചില കാര്യങ്ങളുണ്ട്, വളരെ കൃത്യമായിട്ട് അറിയേണ്ട കാര്യങ്ങൾ. പിന്നെ കട്ടിലിന് മേലെ, ടേബിളിന് മേലെ കിടക്കുന്ന സമയത്ത് തല ഒരിക്കലും ഇളക്കാൻ പാടില്ല. തല ഇളകാതെ വെക്കണം. അത് സർജറിക്ക് മുൻപുള്ള കാര്യങ്ങളാണ്. അല്ല, സർജറി ചെയ്യുന്ന സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങൾ. അതാണ് ഉദ്ദേശിക്കുന്നത്. അതായത് കണ്ണ് ചലിപ്പിക്കാതിരിക്കുക, വെളിച്ചത്തിൽ മാത്രം നോക്കി ഇരിക്കുക, ഉറങ്ങാതിരിക്കുക. ഇതൊക്കെയാണ് സർജറി ചെയ്യുന്ന സമയത്ത് രോഗി ചെയ്യേണ്ട കാര്യങ്ങൾ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ആ സമയത്ത് പെട്ടെന്ന് തല വലിക്കുകയോ അല്ലെങ്കിൽ പെട്ടെന്ന് എഴുന്നേക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ സർജറിയുടെ ഫലം ഇല്ലാതാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് അതെല്ലാം. അതുപോലെ തന്നെ ഉറങ്ങാതിരിക്കുക. ഉറങ്ങിക്കഴിഞ്ഞാലുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ പെട്ടെന്ന് ഞെട്ടി ഉണരുമ്പോൾ തല വലിയാനും പ്രശ്നങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതെല്ലാം സർജറി ചെയ്യുന്ന സമയത്ത് രോഗികളെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇതിനോട് കണക്ട് ചെയ്ത് തന്നെ മറ്റൊരു ചോദ്യം കൂടി ചോദിക്കട്ടെ ഡോക്ടർ. ഈ സർജറിക്ക് ശേഷം സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? സർജറിക്ക് ശേഷം ആദ്യ ദിനങ്ങളിൽ കുളിക്കാതെ തല നനക്കാതിരിക്കുന്നതാണ് അഭികാമ്യം. ഭാരമെടുത്ത് പൊക്കാതിരിക്കുക, തല കുനിച്ചുള്ള പ്രവൃത്തികൾ ചെയ്യാതിരിക്കുക, കണ്ണ് തിരുമാതിരിക്കുക, സർജറി ചെയ്ത വശത്തേക്ക് ചരിഞ്ഞ് കിടക്കാതിരിക്കുക, പൊടി, കാറ്റ്, വെയിൽ ഇവ ഏൽക്കാതെ സൂക്ഷിക്കുക. ഇതെല്ലാം സർജറിക്ക് ശേഷം രോഗി വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. ഒരു സർജറിക്ക് ശേഷം നമുക്ക് എപ്പോഴാണ് ഒരു രോഗിക്ക് സാധാരണ ജീവിതത്തിലേക്ക് നോർമൽ ലൈഫ് നയിക്കേണ്ടത്? എത്ര ദിവസങ്ങൾക്ക് ശേഷം? നോർമൽ ലൈഫ് എന്ന് പറയുമ്പോൾ സർജറി കഴിഞ്ഞ് ഇമ്മീഡിയറ്റ്ലി തന്നെ നോർമൽ റുട്ടീൻ കാര്യങ്ങളെല്ലാം ചെയ്യാൻ കഴിയുന്നതാണ്. ബാത്റൂമിൽ പോകുന്നതും ജസ്റ്റ് നടക്കുന്ന കാര്യങ്ങളും ഇരിക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ ചെയ്യാവുന്നതാണ്. വീട്ടിൽ പോയ അന്ന് മുതൽ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാം. പക്ഷേ ബക്കറ്റ് എടുത്ത് വെള്ളം കൊണ്ട് പൊക്കി പോവുക, അല്ലെങ്കിൽ അടുക്കളയിൽ പോയിട്ട് ചൂടും പുകയും കൊള്ളുക, ഇതൊന്നും ചെയ്യുന്നത് കുറച്ച് കാലത്തേക്ക് എന്തായാലും നിർത്തി വെക്കണം. അതൊക്കെ ഒരു മിനിമം ഒരു 2 വീക്സ്, 2 to 6 വീക്സ് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പാടുള്ളൂ. രണ്ട് കണ്ണുകൾക്കും തിമിര ശസ്ത്രക്രിയ? രണ്ട് കണ്ണുകൾക്കും ചെയ്യണം, ഒന്നിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ. രണ്ട് കണ്ണും ഒന്നിച്ച് ചെയ്യുന്നത് ഇപ്പോൾ അതൊരു ലേറ്റസ്റ്റ് ട്രെൻഡാണ്. ചില ഹൈ എൻഡ് ഹോസ്പിറ്റലുകളിലൊക്കെ രണ്ട് കണ്ണും ഒന്നിച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചാൽ പേഷ്യൻറ്റിന് വളരെ സൗകര്യമാണത്. പെട്ടെന്ന് രണ്ട് കണ്ണും ചെയ്തു അന്ന് തന്നെ മരുന്ന് ഇടുന്നു. അപ്പോൾ അവർക്ക് പിന്നീട് മരുന്നിടാനും റെസ്റ്റ് എടുക്കാനൊന്നും വേറൊരു ദിവസം കാണേണ്ട ആവശ്യമില്ല. ഒന്ന് കഴിഞ്ഞ് അടുത്ത ദിവസം അടുത്ത കണ്ണിന് വേണ്ടിയിട്ട് വീണ്ടും വരിക, അങ്ങനെയുള്ള മെനക്കെടുകളും ഇത് സാമ്പത്തികമായിട്ടും അത് നല്ലതല്ല. രണ്ട് കണ്ണും ഒന്നിച്ച് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് എല്ലാം കൊണ്ടും. പക്ഷെ അതിലുള്ളൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ ഇത് ചെയ്യുമ്പോൾ എല്ലാറ്റിനും വളരെയധികം കെയർഫുള്ളായിട്ട് ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ്. അപ്പോൾ ഒരു കണ്ണ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻറ്റ്സ് ഒന്നും മറ്റേ കണ്ണിലേക്ക് ചെയ്യിക്കാതെ ചെയ്യാതെ എൻറ്റയർലി ഡിഫറെൻറ്റ് സെറ്റ് ഓഫ് ഇതൊക്കെ വെച്ചിട്ട് ചെയ്യേണ്ടി വരും.
അന്ന് ചെയ്ത് അപ്പം തന്നെ അങ്ങനെ ചില ആളുകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഐഡിയലി നല്ലത് ഒരു 1 വീക്ക് to 2 വീക്സ് കഴിഞ്ഞിട്ട് അടുത്ത കണ്ണ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, ഇത് ഏത് സ്റ്റേജിലാണ് ഡോക്ടർ നമ്മൾ സർജറിയിലേക്ക് സർജറി ചെയ്യുന്നത് എപ്പോഴും നേരത്തെ തന്നെ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ലക്ഷണങ്ങളെല്ലാം കാണുമ്പോൾ തന്നെ സർജറി ചെയ്യുന്നതാണ് നല്ലത്. മങ്ങൽ വരിക, ഹാലോസ് കാണുക, ഡബിളായിട്ട് കാണുക, മേഘത്തിനടിയിലൂടെ നോക്കുന്ന പോലെ തോന്നുക, അങ്ങനെയൊക്കെ കാണുമ്പോൾ തന്നെ സർജറി ചെയ്യുന്നതാണ് നല്ലത്. കാരണം അത് കഴിഞ്ഞ് സ്റ്റേജിലേക്ക് മെച്ചുവറായി വന്നു കഴിഞ്ഞാൽ പല പ്രശ്നങ്ങളും ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ നമുക്ക് ലെൻസ് വെക്കാൻ പറ്റില്ല, ചിലപ്പോൾ നേത്രപടലത്തിന് ഡാമേജ് വരാൻ ചാൻസ് ഉണ്ട്. അതുപോലെ ഇത് മെച്ചുവറായി കഴിഞ്ഞാൽ, ഇത് മൂത്ത് കഴിഞ്ഞാൽ ലെൻസ് താഴേക്ക് പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും അത് പൂർണ്ണമായിട്ട് കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കാനേ പാടില്ല. എന്ത് തന്നെയാലും വന്നു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് സർജറി ചെയ്യണം. മറ്റൊരു കാര്യം പറയാനുള്ളത് ലെൻസുകളെ കുറിച്ചാണ്. കണ്ണിന് ഉള്ളിൽ വെക്കുന്ന ലെൻസുകൾ ഈ തിമിരം മാറ്റിയതിന് ശേഷം സർജറി ചെയ്യുന്ന സമയത്ത് തന്നെ ലെൻസ് കണ്ണിനകത്തേക്ക് വെക്കും. അങ്ങനെയാണ് കാഴ്ച നമുക്ക് തിരിച്ചു കിട്ടുന്നത്. അതിന് പല ടൈപ്പിലുള്ള ലെൻസുകൾ അവൈലബിൾ ആണ്. ചില ലെൻസ് മുമ്പൊക്കെ ചെയ്തിരുന്നത് ഒരു 6-7 മില്ലിമീറ്റർ ഒരു വൂണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് വലിയ മടങ്ങാനൊന്നും ഇല്ലാത്ത റിജിഡായിട്ടുള്ള ലെൻസ് കണ്ണിനകത്തേക്ക് വെക്കുകയാണ് ചെയ്തിരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്ന റോൾ ചെയ്ത് മടക്കി ചുരുട്ടി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ലെൻസുകളുണ്ട്. അത് ഈ ചെറിയൊരു വൂണ്ടുണ്ടാക്കിയത് ഒരു 2 മുതൽ 3 മില്ലിമീറ്റർ വരെ ലെൻസ് ഇൻസിഷൻ ഇട്ട് അതുവഴി ഇത് ഇഞ്ചെക്റ്റ് ചെയ്ത് കണ്ണിനകത്ത് ചെല്ലുമ്പോൾ അത് അൺഫോൾഡ് ചെയ്ത് വരും, വികസിച്ച് വരും. അത് വികസിച്ച് വരുന്ന ടൈപ്പ് ലെൻസുകൾ വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ വെക്കുന്നത്. അതിൻ്റെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ലെൻസുകളൊക്കെ വന്നിട്ടുണ്ട്. അതായത് നമുക്ക് മുമ്പൊക്കെ ഉള്ള ലെൻസുകളാണെങ്കിൽ ദൂരേക്ക് മാത്രമേ കാഴ്ച ഉണ്ടാവുള്ളൂ. അടുത്തുള്ളത് കാണണമെങ്കിൽ, വായിക്കണമെങ്കിൽ അതിന് വേറെ കണ്ണട തന്നെ വെക്കണമായിരുന്നു. ഇപ്പോൾ അതും മാറി നമുക്ക് മൾട്ടിഫോക്കൽ ലെൻസുകൾ എന്ന് പറഞ്ഞിട്ടുള്ള ലെൻസുകൾ വരുന്നുണ്ട്. അതായത് ദൂരേക്കും കാണാം, അടുത്തുള്ളതും കാണാം. പക്ഷേ അതിൻ്റേതായ സാമ്പത്തിക കോസ്റ്റ് കൂടുതലാണ്, ചിലവ് കൂടുതലാണ്. അങ്ങനെയുള്ള ലെൻസുകൾ അവൈലബിൾ ആണ്. അത് തീരെ കണ്ണട പറ്റില്ല എന്ന് തോന്നുന്ന ആളുകൾക്ക് ഇപ്പോൾ അതും ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മളെ കേട്ടുകൊണ്ടിരിക്കുന്ന ധാരാളം ശ്രോതാക്കളുണ്ട്. നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ കണ്ണുള്ളപ്പോൾ കണ്ണിൻ്റെ വില അറിയില്ല എന്ന് പറയും എന്ന് നമ്മൾ ആദ്യം സൂചിപ്പിച്ചിരുന്നു. ഒരു നേത്രരോഗ വിദഗ്ധൻ എന്ന നിലയിൽ എന്താണ് ശ്രോതാക്കളുടെ അടുത്ത് ഈ കണ്ണുകളുടെ പരിരക്ഷയെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? കോമൺ ആയിട്ടൊന്ന് പറയാമോ ഡോക്ടർ അതിനെക്കുറിച്ച്? ഇതിൽ പറയുകയാണെങ്കിൽ ഇപ്പോൾ കണ്ണിനെക്കുറിച്ച് നമ്മൾ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം ഇത് മറ്റുള്ള ഏതൊരു ഓർഗനും നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചുറി പറ്റിക്കഴിഞ്ഞാൽ അത് ചികിത്സിച്ച് മാറ്റാനെല്ലാം പറ്റും. പക്ഷേ ഈ കണ്ണിന് വല്ലതും സംഭവിച്ചു കഴിഞ്ഞാൽ അത് നമ്മൾ എത്ര തന്നെ ശ്രദ്ധിച്ച് സർജറി ചെയ്താലും അത് നമ്മുടെ കാഴ്ചനെ അത് റീഗെയിൻ ചെയ്യാൻ പ്രയാസമായിരിക്കും. അതുകൊണ്ട് എന്ത് തന്നെ പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, ഈ ഹാമർ എടുത്തിട്ട് ചുറ്റികയൊക്കെ എടുത്തിട്ട് കല്ല് പൊട്ടിക്കുന്നതൊക്കെ അങ്ങനെ വളരെ ഈസി. അതുപോലെ ആണി അടിക്കുന്നത്, ഇതൊന്നും ഒരു പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സും ഇല്ലാതെയാണ് ചെയ്യുന്നത്. അത് വളരെ അപകടം പിടിച്ച കാര്യമാണ്. എത്ര എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിലും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ആണി അടിക്കുമ്പോഴും അതുപോലെ ഈ കല്ല് വെട്ടുമ്പോഴും ഹാമർ ഉപയോഗിച്ച് ഇത് അടിക്കുമ്പോഴെല്ലാം അത് തെറിച്ച് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയിലൊക്കെ വർക്ക് ചെയ്യുന്നവരും ഇതേ പ്രിക്കോഷൻസ് എടുക്കണം. കണ്ണ് പ്രൊട്ടക്റ്റീവ് ഗ്ലാസ്സസ് അവൈലബിൾ ആണ്. അത് വെച്ചല്ലാതെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഒപ്പം തന്നെ നമുക്കറിയാം, ഇപ്പോൾ ഡോക്ടർ KM ചെറിയാൻ ഹോസ്പിറ്റൽ വളരെയധികം സുപരിചിതമായിട്ടുള്ളൊരു നാമമാണ്. ആതുര ശുശ്രൂഷ രംഗത്ത് വളരെയധികം പ്രശസ്തമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. അവിടെ എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജി വെച്ചിട്ട് തന്നെയാണോ നിങ്ങളിതൊക്കെ? അവിടെ KM ചെറിയാൻ ഐ ഹോസ്പിറ്റലിൽ ഞങ്ങൾക്കിപ്പോൾ ഉള്ള മെഷീൻ ഫാക്കോൺ മെഷീന്, അത് ആൽക്കോണിൻ്റെ മെഷീനാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മെഷീനാണ് ഇപ്പോൾ അവിടെ ഉള്ളത്, ലീജിയോൺ എന്നുള്ളത്. അതുപോലെ മൈക്രോസ്കോപ്പും അതെ ടോപ്കോൺ മെഷീനാണ് യൂസ് ചെയ്യുന്നത്. എല്ലാ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെൻസുകൾ ഞങ്ങളവിടെ യൂസ് ചെയ്യുന്നുണ്ട്. ഇന്ത്യൻ ലെൻസുകളും യൂസ് ചെയ്യുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ലെൻസുകൾ വളരെയധികം യൂസ് ചെയ്യുന്നുണ്ട്. US നിന്നും യൂറോപ്പിൽ നിന്നെല്ലാം വരുന്ന ലെൻസുകൾ, സ്വിറ്റ്സർലൻഡ് ലെൻസുകളെല്ലാം യൂസ് ചെയ്യുന്നുണ്ട്.
ഏതായാലും വലിയ നന്ദിയുണ്ട് ഡോക്ടർ. അല്പസമയം ഈ കാറ്ററാക്ട് തിമിരവുമായി ബന്ധപ്പെട്ട് ഒരുപാട് കാര്യങ്ങളാണ് ഡോക്ടർ സംസാരിച്ചത്. ഞങ്ങളുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് തീർച്ചയായിട്ടും അതൊക്കെ ഉപകാരപ്രദമായി കാണുമെന്ന് തന്നെയാണ് എൻ്റെ ഒരു വിശ്വാസം. താങ്ക് യു സോ മച്ച്. താങ്ക് യു വെരി മച്ച്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഇത്രയും സമയം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന ഡോക്ടർ മുഹമ്മദ് AV ആണ്. MBBS DO DNB ഒഫ്താൽമോളജി ഫെലോഷിപ്പ് ഇൻ കാറ്ററാക്ട് സർജറി, കൺസൾട്ടൻറ്റ് ഒഫ്താൽമോളജിസ്റ്റ് ആണ്. ഡോക്ടർ KM ചെറിയാൻ ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ. ഇന്നത്തെ മെഡിറ്റോക്ക് ഇവിടെ പൂർണ്ണമാവുകയാണ്. വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്ത മെഡിറ്റോക്കിൽ ഒത്തുചേരാം. ഇപ്പോൾ ഒരുപാട് സ്നേഹത്തോടെ ടാറ്റ ബൈ ബൈ പറയുന്നു ഞാൻ RJ ഷിബു മലയിൽ. കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ മാക്ഫാസ്റ്റ് 90.4, നാട്ടുകാർക്ക് കൂട്ടായി.